ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എല്ലാ ഇസ്രായേലും കാണുക, മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യങ്ങളൊക്കെയും വിചാരിച്ചാൽ ദൈവം അഭിമുഖമായി സംസാരിച്ച മോശയെ പോലൊരു പ്രവാചകൻ പിന്നെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. ശക്തമായ നിലകളിൽ മോശ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടതിനു വേണ്ടി അതിന്റെ പിൻപിൽ പ്രവർത്തിച്ച ചില സ്ത്രീകളെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതൊരു മഹാന്റെയും പിൻപിൽ ഒരു സ്ത്രീയുടെ കരമുണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മോശയെ മരണത്തിൽ നിന്നും വിടുവിച്ച, മോശയെ ദൈവം ഉപയോഗിക്കുവാൻ അതിന്റെ പിൻപിൽ പ്രേരക ശക്തികളായി നിന്ന 5 സ്ത്രീരത്നങ്ങളെ വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തെ പ്രസംഗ വിഷയം മോശയെ മരണത്തിൽ നിന്നും വിടുവിച്ച 5 സ്ത്രീകൾ എന്നുള്ള വിഷയമാണ്. എൻ്റെ സ്നേഹിതനും കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസനുമായ പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് ഈ ചിന്തയ്ക്ക് ആവശ്യമായ വചനം, അതിൻ്റെ ചിന്ത ലഭിച്ചത് എന്നുകൂടെ ഞാൻ ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ മേടിച്ച് വായിക്കുവാനും പഠിക്കുവാനും നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ നടത്തുന്ന ഒരു ബുക്ക് സ്റ്റോളിൽ അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒന്നാമതായിട്ട്, മോശയെ മരണത്തിൽ നിന്ന് വിടുവിച്ച സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാള് യോക്കെബാദാണ്. യഹോവ അവളുടെ തേജസ് എന്നാണ് യോക്കെബാദ് എന്ന വാക്കിന് അർത്ഥം. മോശയുടെയും അഹരോന്റെയും മിരിയാമിന്റെയും മാതാവായിരിക്കുന്ന യോക്കെബാദ് അമ്രാം എന്ന് പറയുന്ന പുരുഷന്റെ ഭാര്യയായിരുന്നു. ദൈവകരങ്ങളിൽ ശക്തമായി മോശ എന്ന് പറയുന്ന ഒരു നേതാവിനെ, അഹരോൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ, മിര്യാം എന്ന് പറയുന്ന ഒരു പ്രവാചകിയുടെ വളർച്ചയ്ക്ക് പിൻപിൽ അവളുടെ പ്രാർത്ഥന, അവളുടെ പ്രോത്സാഹന ജനകമായിരിക്കുന്ന കാര്യങ്ങൾ എത്രയധികമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ ഒരു ലേവി കന്യകയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സുന്ദരൻ എന്ന് കണ്ടിട്ട് 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. യോക്കെബാദിനെ കുറിച്ച് പറയുന്ന പ്രഥമ തിരുവചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മോശ എന്ന കുഞ്ഞിനെ അവൾ പ്രസവിക്കുന്ന സമയത്ത് മോശയെ വളർത്തുവാൻ പറ്റുന്ന, ഒരു പുരുഷ പ്രജയെ പോലും വളർത്തുവാൻ പറ്റുന്ന ഒരു സാഹചര്യം മിസ്രൈമിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. കൊന്നുകളയണം. 2 രീതിയിൽ: ഒന്നുകിൽ ഞെക്കിക്കൊല്ലണം, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലണം. ഏതെങ്കിലും ഒരു ആൺകുട്ടി ഒരു കുടുംബത്തിൽ ജനിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ പടയാളികൾ ഓരോ വീടിന്റെയും മുറ്റം വഴി ഉലാവുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാൽ, ഒരു ഗർഭിണി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ആൺകുഞ്ഞാണോ എങ്കിൽ അതിനെ കൊന്നുകളയാനായിട്ട് ഫറവോയുടെ കൽപ്പനയുണ്ട്. എന്നാൽ രാജകൽപ്പനയെ കാര്യമാക്കാതെ യോക്കെബാദും അമ്രാമും എന്താണ് ചെയ്തത്? ആ കുഞ്ഞിനെ വളർത്തുകയാണ്. മരണത്തിൽ നിന്നും രക്ഷിച്ച 1ാമത്തെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ മോശയുടെ അമ്മ യോക്കെബാദിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യഭയം വലിയൊരു കണിയാണ്. എന്നാൽ മനുഷ്യനേക്കാൾ ഉപരി ദൈവത്തെ അനുസരിക്കണമെന്നുണ്ടല്ലോ. അതുകൊണ്ട് മോശയുടെ ജനനത്തിൽ തന്നെ ഒരു പ്രോപ്പർ ചൈൽഡായിട്ട്, അഥവാ ഒരു ദൈവികത്വമുള്ള, ഒരു വിശേഷതയുള്ള കുഞ്ഞായി കാണുകയും ആ കുഞ്ഞിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ആ അമ്മ വളർത്തുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച 2ാമത്തെ സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യത്തിലാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സൂതകർമ്മിണിമാർ ഇസ്രയേലിലെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാതെ അവർ ദൈവത്തെ ഭയപ്പെട്ട് അവർ ആ കുഞ്ഞുങ്ങളെയൊക്കെ ജീവനോടെ രക്ഷിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവർക്ക് കുടുംബ വർധനവ് കൊടുക്കുക മാത്രമല്ല, അവരെയും അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും.
ഏത് ജാതിയിൽപ്പെട്ടവരായാലും, ഏത് മതത്തിൽപ്പെട്ടവരായാലും, ഏത് കുലത്തിൽപ്പെട്ട ഏത് രാജ്യത്തിൽ വസിക്കുന്നവരാണെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ടോ, അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ പുറജാതികളായ വയറ്റാട്ടികൾ ദൈവത്തെ ഭയപ്പെടുകയും മോശക്കുഞ്ഞിനെ കൊല്ലാതെ അതിനെ രക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് അവരെ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. മോശയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച രണ്ടാമത്തെ സ്ത്രീകളുടെ പട്ടികയിൽ സൂതകർമ്മിണികളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് മിര്യാമിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യത്തിലാണ് നമുക്ക് അത് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. മോശയുടെ അമ്മ ചന്തയിൽ ചെന്ന് ഒരു ഞാങ്ങണ കൊണ്ടുള്ള പെട്ടകം മേടിച്ച് കീലും പശയും തേച്ച് അതിൻ്റെ അകത്ത് കുഞ്ഞിനെ കിടത്തി നൈൽ നദിയിൽ ഒഴുക്കി വിടുമ്പോൾ ആ കൂട്ടത്തിൽ മോശയുടെ മൂത്ത സഹോദരിയും ഉണ്ടായിരുന്നു. എന്നാൽ അമ്മ മടങ്ങി വീട്ടിലേക്ക് പോയിട്ടും ഈ ബാലന് എന്തു ഭവിക്കുമെന്ന് അറിയേണ്ടതിന് വേണ്ടി സ്വന്തം കൂടപ്പുറപ്പ് പെങ്ങൾ ഞാങ്ങണയുടെ ഇടയിൽ മറഞ്ഞു നിൽക്കുകയാണ്. ചീങ്കണ്ണി കടിച്ചു കൊണ്ടുപോകുമോ, നൈൽ നദിയിലെ മത്സ്യങ്ങൾ വിഴുങ്ങിക്കളയുമോ, കുഞ്ഞോളങ്ങൾ കുഞ്ഞിനെ മുക്കിക്കളയുമോ എന്നൊക്കെ ഭയന്ന് നിൽക്കുന്ന സമയത്താണ് അവൾ കാണുന്നത് ഫറവോന്റെ പുത്രി അവിടേക്ക് തോഴിമാരുമായി കുളിക്കാൻ കടന്നു വരികയാണ്. അവൾ വിവേകത്തോടെ പെരുമാറുകയാണ്. തൻ്റെ സഹോദരനാണെന്ന് ഉള്ള കാര്യം മറച്ചു വെച്ചിട്ട് ഇതിനെ പ്രസവിച്ച അമ്മയെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നൊക്കെയുള്ള കാര്യം വെളിപ്പെടുത്താതെ അവൾ വളരെ വിവേകത്തോടെ പ്രവർത്തിച്ചതുകൊണ്ട് മോശയെ മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, രക്ഷിക്കേണ്ടതിന് വിവേകത്തോടെ പ്രവർത്തിച്ച മൂന്നാമത്തെ സ്ത്രീ മിര്യാമാണ്. പിന്നത്തതിൽ സ്വർഗത്തിലെ ദൈവം ആ സഹോദരിയെ ഒരു പ്രവാചകയാക്കി മാറ്റുകയാണ്. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ 85-ലധികം വയസ്സുള്ള മിര്യാം തപ്പെടുത്ത് നൃത്തം ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അങ്ങനെ ചെയ്യുവാനുള്ള കാരണം? സ്തോത്രം. ഒരിക്കൽ ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് ഫറവോൻ ഓർഡർ ഇട്ടതാണ്. സ്തോത്രം. എന്നാൽ കുഞ്ഞിനെ ജീവനോടെ ദൈവം വളർത്തുകയും ആ കുഞ്ഞിലൂടെ തന്നെ ഇസ്രായേലിന് ഒരു വിടുതൽ ഉണ്ടാകുകയും ആ കുഞ്ഞിലൂടെ മോശ നേതാവായിട്ട് സ്തോത്രം ചെങ്കടലിനെ വിഭാഗിച്ച് ജനം അക്കരെ കടന്നത് കണ്ടപ്പോൾ മിര്യാമിന് സന്തോഷവും പഴയ ഓർമ്മകളും അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. അവൾ സ്തോത്രം മറ്റ് സഹോദരിമാരോട് കൂടെ തപ്പ് കയ്യിലെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 85-ാമത്തെ വയസ്സിലും നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. മോശയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച 4-ാമത്തെ വ്യക്തി ഫറവോന്റെ പുത്രിയാണ്. പെട്ടി തുറന്നു നോക്കുമ്പോൾ സ്തോത്രം മോശ കുഞ്ഞ് കൈകാലിട്ടടിച്ച് കിടക്കുകയാണ്. എബ്രായരിൽപ്പെട്ട ഒരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ അടിമയാണ്, തൻ്റെ പിതാവിൻ്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ ആ ഓർഡറിനെ അവഗണിച്ചുകൊണ്ട് അവളെ കുഞ്ഞിനെ കൈകളിലെടുക്കുകയാണ്. ആ കുഞ്ഞിനോട് അവൾക്ക് അലിവ് തോന്നുകയാണ്. മാത്രമല്ല ആ കുഞ്ഞിനെ അവൾ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. 2-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ജാതികൾ കലഹിക്കുകയും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുകയും യഹോവയുടെ അഭിഷിക്തനെതിരെ കൂടി ആലോചിക്കുകയും ചെയ്യുമ്പോൾ നാം അവിടെ കെട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞ് അവിടെ കയറുകളെ എറിയുക മാത്രമല്ല, അവിടെ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെ നിന്നാണോ ഓർഡർ വന്നത്, സ്തോത്രം, അവിടേക്ക് തന്നെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ കയറി വരികയാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ശമ്പളം കൊടുത്ത് സ്വന്തം അമ്മയെ ഫറവോ അറിയാതെ നിയോഗിച്ച് മോശയെ ദൈവം വളർത്തി വലുതാക്കുകയാണ്. മോശയ്ക്ക് അന്ന് ഫറവോന്റെ പുത്രിയിട്ട ആ പേരിലാണ് ഈ 2024-ലും നാം അറിയപ്പെടുന്നത്. എന്താണ് ദൈവം മോശയുടെ പേര് പിന്നത്തതിൽ മാറ്റാഞ്ഞത്? അത് ഫറവോയുടെ പുത്രിയിട്ട പേരാണല്ലോ. ഒറ്റ കാര്യമേ ഉള്ളൂ, അവളുടെ പേരിൻ്റെ അകത്ത് തന്നെ അവൻ്റെ സാക്ഷ്യമുണ്ട്. എന്താണ് അവൻ്റെ പേര്? വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നാണ്. അവളെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒന്ന് അവൾക്ക് അലിവ് തോന്നി, 2 മോശ എന്ന പേരിട്ടു, 3-ാമതായിട്ട് മിസ്രൈമിലെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനാക്കി മോശയെ തീർക്കുകയാണ്. അതെ, മോശയെ മരണത്തിൽ നിന്ന് രക്ഷിച്ച 4-ാമത്തെ സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഫറവോയുടെ പുത്രിയാണ്, അഥവാ രാജകുമാരിയാണ്.
മോശയെ മരണത്തിൽ നിന്ന് വിടുവിച്ച അവരുടെ പട്ടികയിൽ വരുന്ന 5ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മോശയുടെ ഭാര്യയായ സിപ്പോറയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ മോശയെ കൊല്ലേണ്ടതിന് വേണ്ടി പ്രതികാരകൻ കടന്നു വരുന്നതായ സമയത്ത് അവൻ മരണം മുൻപിൽ കണ്ട മോശയുടെ ഭാര്യയായ സിപ്പോറ എന്താണ് ചെയ്യുന്നത്? ഒരു കൽക്കത്തി എടുത്ത് ആദിജാതനെ പരിച്ഛേദന കഴിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 8ാം നാളിൽ പരിച്ഛേദന കഴിക്കേണ്ടതാണ്. എന്നാൽ സ്തോത്രം, ഇത്രയും വയസ്സായിട്ടും ഇത്രയും പ്രായമായിട്ടും ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അവൾ ദൈവകൽപ്പന പ്രമാണിക്കാൻ കൂട്ടാക്കാഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ കരം മോശയുടെ മേൽ ഭാരമായി വരികയും അവൻ മരിക്കേണ്ട സമയം വരികയും ചെയ്തപ്പോൾ പെട്ടെന്ന് അവൾ യഥാസ്ഥാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കുഞ്ഞിനെ ഒരു കൽക്കത്തി കൊണ്ട് പരിച്ഛേദന കഴിച്ചപ്പോൾ രക്തപ്രതികാരകൻ മോശയിൽ നിന്ന് വിട്ടുമാറി, അഥവാ മോശ മരണത്തിൽ നിന്ന് രക്ഷ നേടുകയാണ്. ഇത്ര വലിയൊരു നേതാവ് ഉണ്ടാകുവാനുള്ള കാരണം, ഇത്ര വലിയ ശക്തനായ പഴയ നിയമ മധ്യസ്ഥൻ ഉണ്ടാകുവാനുള്ള കാരണം, അതിന്റെ പിൻപിൽ അവനെ മരണത്തിൽ നിന്ന് വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത രക്ഷിച്ചെടുത്ത അവന് കൂടെ നിന്ന് 5 പേരെയാണല്ലോ നാം ചിന്തിച്ചത്. ഒന്നാമതായിട്ട് യോഖേബാദാണ്, രണ്ടാമതായിട്ട് സൂതകർമ്മിണികളാണ്, അവർ ജീവനോടെ മോശയെ രക്ഷിക്കുകയാണ്. മൂന്നാമത്തത് മിര്യാമാണ്, സ്വന്തം പെങ്ങളാണ്. ആ പെങ്ങളുടെ സന്ദർഭോചിതമായ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ്, അവളുടെ വിവേകം കൊണ്ടാണ് മോശയെ രക്ഷിക്കുവാനിടയായി തീർന്നത്. 4ാമത്തെ ചിന്ത രാജകുമാരിയാണ്, രാജകുമാരി അവനെ രക്ഷിച്ചെടുക്കുകയാണ്. 5ാമത്തത് ഭാര്യ സിപ്പോറയാണ്. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ഒരു നല്ല നേതാവിനെ ലഭിക്കാൻ കാരണം അതിന് പിൻപിൽ പ്രവർത്തിച്ച പലരും ഉണ്ടായിരുന്നു. ശമൂവേൽ എന്നൊരു പ്രവാചകനെ നമുക്കറിയാം. എന്നാൽ ശമൂവേൽ എന്നൊരു പ്രവാചകനെ ദൈവസന്നിധിയിൽ കാഴ്ചവെച്ച ഹന്നയെ കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വകയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക്, വിശ്വസിക്കുന്ന അമ്മമാർക്ക്, ദൈവഭയമുള്ള അമ്മമാർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്: ഇംഗ്ലണ്ടിൽ നല്ല അമ്മമാരെ കൊടുക്കുക, എങ്കിൽ ഇംഗ്ലണ്ടിൽ നല്ല കുട്ടികൾ ഉണ്ടാവും. നല്ല അമ്മമാരായി തീരുവാൻ, നല്ല പിതാക്കന്മാരായി തീരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കേൾക്കുന്നതെങ്കിൽ, കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ, ലൈക്ക് ചെയ്യുവാൻ, ഷെയർ ചെയ്യുവാൻ, കമന്റ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ വിളിച്ച് ഓർപ്പിക്കുവാനും അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.